സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ കോച്ചും ട്രാവൻകൂർ ടൈറ്റാനിയത്തിൻ്റെയും സംസ്ഥാന ഫുട്ബോൾ, ഇന്ത്യൻ ഫുട്ബോളിലൊക്കെ അറിയപ്പെടുന്ന സീനിയർ ഫുട്ബോളറായ എബിൻ റോസാണ്. കോച്ചുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചില ഫുട്ബോൾ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം എബിൻ. നമസ്കാരം. താങ്ക് യു. എബിനെ, നമ്മൾ ആദ്യമായി ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞതിൽ താങ്കളെക്കുറിച്ചുള്ള ഡെസിഗ്നേഷൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ? അല്ല, ഞാൻ സന്തോഷ് ട്രോഫി വിന്നറാണ്. പിന്നെ കറണ്ട് കേരള സന്തോഷ് ട്രോഫിയുടെ സഹപരിശീലകനാണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ എടുത്തു ചോദിച്ചത്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന്. ഏതായാലും എബിനെ, ഫുട്ബോളിനെ കുറിച്ച് നമുക്ക് ആധികാരികമായി ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് ചോദിക്കാൻ എബിൻ യോഗ്യനാണ്. അതിനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം എബിനോട് ചോദിക്കാനായി മുതിരുന്നത്. എബിൻ, എൻ്റെ ചോദ്യം, താങ്കളെപ്പോലെ തന്നെ നിരവധി കായിക താരങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരൻ്റെ മാനസിക ഉല്ലാസമായ ഫുട്ബോൾ, കാൽപന്ത് കളി അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ മഹാരാജ്യത്തുണ്ട്, ലോകമെമ്പാടുമുണ്ട്. ഒരു ലോകകപ്പ് ഫുട്ബോളിൻ്റെ അന്തരത്തിലേക്ക് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. കാൽപന്ത് കളിയുടെ മാമാങ്കത്തിന് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ, വെറും മാസം മാത്രമേ ഉള്ളൂ, വലിയ അന്തരമില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എബിനെ, നമ്മൾ ഈ പറയുന്ന പോലെ ISL ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റ് ഇപ്പോൾ ടൂർണമെൻറ്റ് അവസാനിച്ചു. നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം ഈസ്റ്റ് ബംഗാൾ കപ്പെടുക്കുന്നു. അപ്പോൾ എനിക്കുണ്ടാകുന്നൊരു സംശയം, സാധാരണ ഫുട്ബോൾ പ്രേമിയെപ്പോലെ ഈ ISL ഫുട്ബോൾ എന്ന ഫുട്ബോൾ മാമാങ്കം ഈ ടൂർണമെൻറ്റോടുകൂടി അവസാനിക്കുകയാണോ? ഈ ടൂർണമെൻറ്റ് എന്തുകൊണ്ട് ഇത്തവണ ഒരു ചടങ്ങായി അവശേഷിച്ചു? ഞാൻ പിന്നാലെ ബാക്കി ചോദ്യങ്ങൾ ചോദിച്ചോളാം. തീർച്ചയായിട്ടും ലോകകപ്പ് വരികയാണ്. നമുക്ക് ലോകകപ്പ് കാണാൻ തന്നെ ഭാഗ്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. ആ ലോകകപ്പ് എന്ന് പറയുന്നത്, ലോകത്തില് നമ്മൾ അർജന്റീന, ബ്രസീൽ എന്നൊക്കെ നമ്മൾ കേട്ടത് ഫുട്ബോളുകൾ വഴിയാണ്. നിരവധി ആഫ്രിക്കൻ കൺട്രീസും നമുക്ക് അറിയപ്പെടാത്ത പല രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് പോലും വേൾഡ് കപ്പ് ഫുട്ബോൾ വരുമ്പോഴാണ്. ആ രാജ്യങ്ങളുടെയൊക്കെ ജേഴ്സികളും പതാകകളെയും പാർപ്പിച്ചുകൊണ്ട് ഫുട്ബോളിനെ ഹൃദയത്തിലേറ്റുന്ന ഒരു ജനതയാണ് നമ്മുടെ ജനത, എസ്പെഷ്യലി കേരളം. നമുക്കറിയാമല്ലോ, നമ്മള് പെട്ടെന്ന് കേരളക്കാർ അങ്ങനെ പെട്ടെന്ന് ആരെയും അംഗീകരിക്കുന്ന ഒരു പ്രകൃതമല്ല. ആ ഒരു കൾച്ചറിന്റെ ഭാഗത്ത് പോലും ഫുട്ബോള് എന്ന് വരുമ്പം ഒരു വികാരമായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തിലേറ്റി അവർക്ക് വേണ്ടി ഫ്ലക്സുകളും കൊടികളും പാറിപ്പറത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ISL വന്ന ഈ ദുർഗതി തീർച്ചയായിട്ടും വളരെ സങ്കടകരമാണ്. കാരണം ഞാൻ കഴിഞ്ഞ തവണ ISL കമന്റേറ്ററായിട്ട് വർക്ക് ചെയ്തതാണ്. എനിക്കറിയാം, ഓൺ ഫീൽഡും ഓഫ് ഫീൽഡും, അതായത് കളിക്കളത്തിനകത്ത് കളിക്കുന്നവർ മാത്രമല്ല, കളിക്കളത്തിന് പുറത്തുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതുകൊണ്ടൊരു അന്നം അല്ലെങ്കിൽ ഒരു ഉപജീവനം ലഭിക്കുന്നത്. അതിനെയൊക്കെ മറികടക്കുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ തടയുന്ന ഒരു സാഹചര്യമാണ് ഇത്തവണത്തെ ഈ താങ്കൾ പറഞ്ഞ വളരെ വ്യക്തമാണ്. എങ്ങനെയോ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ISL നടത്തി എന്ന് വരുത്തി തീർത്തു. പക്ഷെ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഈ ക്ലബുകൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പരിശീലകർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ക്ലബിന്റെ ആരാധകർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഗവൺമെന്റിന്, അതിനൊപ്പം ഫുട്ബോൾ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി. എന്തിന് ഇപ്പൊ വഴിയെ പോകുന്നവര് ഫുട്ബോളിനെ കുറിച്ച് കമന്റ് പറയുകയും അല്ലെങ്കിൽ അതിൽ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ISL വന്ന ഈ ഒരു ഇത് ഒരിക്കലും എന്താ പറയുക, നമ്മൾ പറയുന്നത് കളിക്കാരെ മാത്രമല്ല, സംഘാടകരെ മാത്രമല്ല, ഇന്ത്യൻ ഫുട്ബോളിനെ പോട്ടെ, നമ്മൾ വേൾഡ് കപ്പ് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ആ സ്ഥിതിയിൽ നിന്ന് നമ്മൾ അതിലോട്ട് എത്തിച്ചേരും എന്നുള്ള നേരിയ പ്രതീക്ഷകളും തന്നത് ഈ ISL വന്നപ്പോഴാണ്. ആ രീതിക്ക് വിദേശ താരങ്ങൾ, പ്രഗത്ഭരായ കളിക്കാർ വന്നു തുടങ്ങി ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും ശോകം എന്നേ പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ സംശയം, താങ്കൾ പറഞ്ഞ ഒരു വാക്കിൽ തന്നെ ഞാൻ വീണ്ടും അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു. പ്രഗത്ഭരായ നിരവധി താരങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കളിക്കാനായി വന്നു. അതുപോലെ നമ്മുടെ താരങ്ങൾക്ക് അവരുടെ സ്കില്ല് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കണ്ടറിയാൻ കഴിഞ്ഞു. ആ ഒരു അവസരത്തിൽ ഈ പറയുന്ന രീതിയിൽ ടൂർണമെൻറ്റ് നിർത്തും എന്ന് ഒരു മുൻ ഫുട്ബോളറായ താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും അത് നിർത്തില്ല എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. എന്താ പറയുക, ഞാൻ എപ്പോഴും പോസിറ്റീവാണ്. ഞാനിപ്പോ ഇത്രയും പറഞ്ഞെങ്കിൽ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാൻ കരുതുന്നത് PIO പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തവണ പോലും ഇന്ത്യക്കാർ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വേൾഡ് കപ്പാണ്. ഇത്തവണ നമുക്കറിയാം, ലാസ്റ്റ് മിനിറ്റ്സ് ആണ് റയൻ വില്യംസ് ഒക്കെ അദ്ദേഹം വരുന്നത്. ആ പ്ലെയർ വന്നപ്പോൾ തന്നെ നമ്മുടെ റിസൾട്ട് മാറി.
അപ്പോ തീർച്ചയായിട്ടും. നമുക്ക് അതേപോലെ ഒരു 3-4 PAO പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ട് തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ വിദേശത്തെ ക്വാളിറ്റിയുള്ള താരങ്ങൾ ആദ്യകാലങ്ങളിൽ പ്രായം കൂടിയ താരങ്ങളായിരുന്നെങ്കിലും ഇപ്പോ പ്രഗത്ഭരായ ഇത്തിരി നല്ല ടാലന്റുള്ള യങ്സ്റ്റേഴ്സ് വരെ വന്നു തുടങ്ങി. ആ അതെ. സാഹചര്യത്തില് അതെ. ശരിക്കും ഇതിന് വളരെ ഒരു ഇതുണ്ടായിരുന്നു, വളരെ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്നത് പോലെ നിർത്താൻ സാഹചര്യം ഉണ്ട് എന്ന് ഉള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. കാരണം ഈ സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ്. കാരണം ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു സാധാരണക്കാരൻ, ഒരു തീരദേശത്ത് നിന്ന് കുറച്ച് കുട്ടികളുമായിട്ട് തുടങ്ങിയ ഒരു ക്ലബ്ബ് കേരള പ്രീമിയർ ലീഗിൽ വരെ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് ഇപ്പം തീർച്ചയായിട്ടും. നീണ്ട തീർച്ചയായിട്ടും. പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്? ഫുട്ബോൾ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനെ ദ്രോഹിക്കുന്നത്. കാരണം ഈ പണ്ട് കാലത്ത് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് ടീമിന്റെ പുറകെ പോകുന്നതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ടീം നിലനിൽക്കണം എന്ന് തീർച്ചയായിട്ടും അത് വേണം, കളിക്കാർക്ക് ജോലി കിട്ടാൻ ആവശ്യം. പക്ഷേ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്ന അത് വേറിട്ടൊരു ഇത് തന്നെയാണ്. അതിന് ഒരുപാട് സാക്രിഫൈസ് ഉണ്ട്, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സേഫായി. പിന്നെ നമ്മുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ 90% ആൾക്കാരും തയ്യാറാകാത്തത് മാത്രമല്ല, അതിനെ ദുരുപയോഗം ചെയ്യുന്ന തരത്തില് അവരുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്ന തരത്തില് മാസ വരുമാനം ആയി. പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കുക എന്നുള്ള ഘട്ടത്തിൽ പോയി നിരവധി ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന കളിക്കാർ ഭാവി തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രൊഫഷണൽ ഫുട്ബോൾ, ലീഗ് അല്ലെങ്കിൽ ISL മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ മാച്ചസിലും ഡിപ്പാർട്ട്മെന്റുകൾ ടീമുകളെ പങ്കെടുപ്പിക്കാത്തത്. ആ പങ്കെടുപ്പിക്കാത്തതിനോടൊപ്പം അപ്പൊ തന്നെ സ്വാഭാവികമായിട്ട് ഒരു കളിക്കാരന് അവന്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് വർഷം അവന് നല്ല കോൺട്രാക്ട് കിട്ടുള്ളൂ. അപ്പൊ ആ കളിക്കാരൻ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന കളിക്കാർ മുന്നോട്ട് വരും. അതാണ് ഇന്ത്യൻ ടീമിന് ഒരു മുതൽക്കൂട്ടാവുക. അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ISL തീർച്ചയായും നിന്നുപോകും എന്ന് കേൾക്കുന്നതിൽ തന്നെ വളരെ വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഒരു യാഥാർത്ഥ്യ ബോധം, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. അത് ഫുട്ബോൾ മേഖലയിലുള്ള ആൾക്കാരുടെ അച്ചടക്കമില്ലായ്മയും പരസ്പരമുള്ള കുതികാൽ വെട്ടലും കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫിഫയുടെയും AFCയുടെയും റൂള് ഈ പറഞ്ഞ പോലെ സ്പോർട്സ് ബിൽ വരുന്നുണ്ട്. ആ സ്പോർട്സ് ബില്ലിനെ ഇത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റം വരുമ്പോൾ ആ ഒരു മാറ്റത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ് ഈ ISL. അതുകൊണ്ട് തന്നെ ISLനെ ബാധിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഇതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തന്നെ തീർച്ചയായിട്ടും ISLനെ രക്ഷിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് ഈ ISL ടൂർണമെൻറ്റിൻ്റെ ഈ വർഷത്തെ ടൂർണമെൻറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്, ഒരു വീറും വാശിയുമൊന്നും ഇല്ലാതെ ഏതാണ്ട് 90-ലധികം മത്സരങ്ങൾ, അല്ലേ, 91 മറ്റോ മത്സരം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു നീണ്ട മാസം. പിന്നെ ഇന്ത്യൻ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇതിലെ പല കളിക്കാരും ക്യാമ്പിൽ പോയി തിരികെ വന്നു. ശേഷമാണ് ഈ ടൂർണമെൻറ്റ് കൊണ്ട് അവസാനിപ്പിച്ചത്. അതും പോയിന്റ് അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ അവസാനം ഇതുകൊണ്ട് എത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക്, താങ്കളൊരു കോച്ച് കൂടിയാണ്, പിന്നെ കമൻറ്റേറ്ററാണ്, ISLൻ്റെ കമൻറ്റേറ്ററായി നിരവധി കളികളിൽ താങ്കൾ പിന്നെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ സംശയം, ഈ ക്ലബ്ബുകളുടെ നിലവാരം, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിന് അവസാന നിമിഷമാണ് ഈ കഴിഞ്ഞ 5 കളി ആരാധകർ കൈയൊഴിഞ്ഞൊരു ക്ലബ്ബായി പോയി. കൽക്കട്ട മോഹൻ ബഗാൻ തുടങ്ങി ഈസ്റ്റ് ബംഗാളിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തി നിൽക്കുമ്പോൾ ഈ ടൂർണമെൻറ്റിൽ നമ്മൾ ഈ ISLൽ ലീഗിൽ നിന്ന് പോയിന്റ് അടിസ്ഥാനത്തിൽ വന്ന ചില ക്ലബ്ബുകൾ വരെ കളിച്ച ഒരു വർഷം കൂടിയാണ്. അപ്പോൾ ഫുട്ബോൾ നിലവാരത്തിൻ്റെ കാര്യത്തിൽ, കളിക്കാരുടെ മികവിൻ്റെ കാര്യത്തിൽ മുമ്പത്തേക്കാൾ ഒരു പടിയെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ മികച്ചതായിട്ടില്ലേ? തീർച്ചയായിട്ടും നല്ലൊരു നിരീക്ഷണമാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്. കാരണം ഇത്തവണ ആരംഭത്തിൽ തീർച്ചയായിട്ടും വളരെ ആശങ്കകളും കൃത്യമായിട്ട് പ്രാക്ടീസിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും സമയം കിട്ടാതെ തുടങ്ങിയത് കൊണ്ട് തന്നെ ടീമുകൾക്ക് തന്നെ സംശയം, ISL നടക്കുമോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമോ, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ISL സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവസാനത്തെ ദിവസം മാത്രം നോക്കിയാൽ മതി എത്രത്തോളം ആവേശം നിറഞ്ഞതായിരുന്നു നോക്കുക. കാരണം ഈസ്റ്റ് ബംഗാൾ ഒരു ഗോളിന് പിന്നിട്ട് നിൽക്കുന്നു, മോഹൻ ബഗാൻ ഒരു ഗോളിന് പിന്നിട്ട്, ഇവർക്ക് രണ്ടുപേർക്കും ചാമ്പ്യന്മാരാകാനുള്ള സാഹചര്യമുണ്ട്. അവിടെ നിന്ന് രണ്ട് ടീമുകൾ തിരിച്ചു വന്ന് രണ്ട് ടീമും ജയിച്ചെങ്കിൽ പോലും ആ ഒരു ഗോൾ ആവറേജിനെ പറഞ്ഞ് ഈസ്റ്റ് ബംഗാൾ ജയിക്കുന്നത്. അപ്പൊ കളി വളരെ, അതിനിടയിൽ മുംബൈ സിറ്റി ഒരു കളിയിലേക്ക് 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു. അപ്പം ആ ഒരു ആവേശം തീർച്ചയായിട്ടും അവസാന ഘട്ടങ്ങളിലെത്തിക്കുമ്പോൾ കളിയുടെ നിലവാരവും ആവേശവും ഒക്കെ ഉയർന്നു. അതുകൊണ്ട് തന്നെ പറയുന്നത് ഫുട്ബോളിന് ഇന്ത്യയിൽ വളരെയധികം വേരുകളുണ്ട്. പക്ഷെ ഈ ഫിനാൻഷ്യൽ ട്രബിൾ, ഞാൻ ഒരിക്കലും മറ്റൊരു ഗെയിമിനെ തള്ളി പറയുന്നോ അല്ലെങ്കിൽ അത് തെറ്റായി പറയുന്നതല്ല, എന്റെ ഒരു സംശയമാണ്. കാരണം നമുക്ക് കോടികളാണ് ക്രിക്കറ്റിലേക്ക് സ്പോൺസർഷിപ്പായി വരുന്നത്. ക്രിക്കറ്റ് ഒരു ഗെയിം ആണെന്നുള്ള ഒരു ചർച്ച ഇപ്പോഴും ഉണ്ട്. കാരണം കളിക്കിടയിൽ ഇത്രയും റെസ്റ്റ് വരുന്നു, പരസ്യം വരുന്നു. അപ്പൊ അതിൽ
ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് ഈ ഇത്രയും സമയങ്ങൾ വിനിയോഗിക്കുമ്പോൾ അതിനുവേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ഫുട്ബോൾ വരുന്നില്ല? ഫുട്ബോൾ ലോകം മൊത്തം അംഗീകരിച്ച ഗെയിമാണ്. ഈ ഇന്ത്യ ആണ് ശരിക്കും പറഞ്ഞ പണ്ടത്തെ മിഷണറിമാര് ചെയ്യുന്നത് പോലെ ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ ലോകം മൊത്തം സഞ്ചരിക്കുന്നതും 90% ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ക്രിക്കറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ എന്നിട്ട് പോലും ക്രിക്കറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവിടെയാണ് ഫുട്ബോൾ പോലെ ലോകോത്തര ഒരു ഗെയിമില് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആൾക്കാർ വരുന്നില്ല എന്നുള്ളത് വളരെ സംശയാസ്പദമായ കാര്യമാണ്. കാര്യം ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലായിടത്തും വേരുകളുള്ള ഒരു കളിയാണ്. ആ വേര് ഉള്ളത് കൊണ്ട് തന്നെ അത് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റിന് ഒരു ഭീഷണി ആവുന്നത് കൊണ്ടാണോ ഇന്ത്യയില് ഫുട്ബോളിന് സ്പോൺസർഷിപ്പ് കിട്ടാത്തതെന്ന് ഞാൻ ആ സ്പോൺസർഷിപ്പ് ആണല്ലോ മെയിൻ ഇവിടുത്തെ വിഷയം, സാമ്പത്തികമാണല്ലോ മെയിൻ വിഷയം. അപ്പൊ അത് എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആശങ്ക, ഞാനൊരു ഫുട്ബോൾ പാഷനറ്റ് ആണ്, ഞാൻ എന്റെ ഗെയിമിന് ഇഷ്ടപ്പെടുന്നു, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഗെയിമിന് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇത് യാഥാർത്ഥ്യമാണോന്നില്ല, എന്റെ ഒരു സംശയമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ എൻ്റെ സംശയം, എൻ്റെ ചോദ്യം ആദ്യത്തെ ഈ മുൻപുള്ള ചോദ്യത്തിലെ അത് തന്നെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. കളിക്കാരുടെ നിലവാരത്തിൽ ഒരുപാട് മാറ്റം ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്, വളരെ പോസിറ്റീവ് സൈഡാണ്. ISL ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എനിക്കൊരു ജോബായി, എന്റെ ലൈഫ് സേഫായി, ഞാൻ പിന്നെ എന്റർടൈൻ ചെയ്യാം. 90% കളിക്കാർ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ 90% കളിക്കാർ ചിലപ്പോൾ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എന്റെ ഒപ്പം കളിച്ച നിരവധി കളിക്കാർ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യും. പക്ഷെ കഴിവുള്ളവരായിരുന്നു, അവരെ ഫിസിക് കൊണ്ടും ടാലന്റും ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവര് ലൈഫ് സെറ്റിൽ ആകുമ്പോഴത്തേക്കും ഈ സെവൻസ് ഒരിക്കലും മോശമെന്ന് ഞാൻ പറയുന്നില്ല, സെവൻസ് ഉള്ള മേഖലകളിലേക്ക് പോവുകയും അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ സ്പോയിൽ ആയിപ്പോയി, ലൈഫ് തന്നെ സ്പോയിൽ ആയിപ്പോയി എന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ടൈറ്റാനിയം ടീമിൽ തന്നെ, ഞാൻ കളിക്കുന്ന ടൈറ്റാനിയം ടീമിൽ നിരവധി എക്സാമ്പിളുകളുണ്ട്. ഇന്ത്യൻ ടീമിലൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ കഴിവുള്ള നിരവധി കളിക്കാർ അവർ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ പ്രൊഫഷണലിസത്തിന്റെ ഇമ്പോർട്ടൻസ്. ഈ ISL ഇതുപോലെ വരുമ്പോഴത്തേക്കും എനിക്ക് അടുത്ത വർഷം കളിക്കണമെങ്കിൽ ഞാൻ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യണം. PR വർക്ക് മാത്രം പോരാ, അല്ലെങ്കിൽ കൂടെയുള്ള കളിക്കാരെ മണിയടിച്ച് കളിക്കുന്ന കാലഘട്ടം കഴിഞ്ഞ് ഇന്ന് ലൈവായിട്ട് നമുക്ക് ഓരോ കളിക്കാരന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ അനലിസ്റ്റിക് മാത്രമല്ല, നേരത്തെ പറഞ്ഞ സാറ്റലൈറ്റ് വരെ ഉപയോഗിച്ച് ഓരോ കളിക്കാരന്റെ GPS-ഉം സാറ്റലൈറ്റും ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് ഒരു കളിക്കാരന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ പഴയതുപോലെ എന്റെ സുഹൃത്താണ് ഇന്ന വലിയ കളിക്കാരൻ അല്ലെങ്കിൽ ആ കളിക്കാരന്റെ ലേബലിൽ കൂടെ പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നില്ല, ഇന്ത്യൻ ക്യാപ്റ്റൻ അടക്കമുള്ള താരങ്ങൾ പോവുകയാണെങ്കിൽ കൂടെ 5 കളിക്കാരെ സുഹൃത്തുക്കളൊക്കെ വരെ കൊണ്ടുപോകും. അങ്ങനെ ലീഗ് ISL കളിച്ച ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പൊ അതിനപ്പുറം കോച്ചസിന് ഒരു ആധിപത്യം കിട്ടുന്ന, അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് പ്ലേയേഴ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് കളിക്കാരെ സ്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിലവാരം ഉയരുന്നുണ്ട്. അത് തന്നെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ കളി നമുക്ക് നോക്കാൻ അറിയാം. വിദേശ താരങ്ങളുടെ ആ ഒരു കപ്പാസിറ്റി, അവർക്കൊപ്പം കളിക്കുന്ന ഇന്ത്യ കളിക്കാർ എത്രത്തോളം മെച്ചപ്പെട്ടു വന്നു. മറ്റുള്ള ടീമുകൾ ഇപ്പം നമുക്കറിയാം, ആഷ്ലി വെസ്റ്റ്വുഡ് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായി വന്നതിന് ശേഷം പ്ലേയേഴ്സിനുണ്ടായ ഇമ്പ്രൂവ്മെന്റ്, ടീമിനുണ്ടായ റിസൾട്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിലെ നല്ല കളിക്കാരെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ തന്നെ PIO പ്ലേയേഴ്സ് കൂടുതൽ വന്നു തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സിന് കൂടുതൽ പെർഫോമൻസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു വളരെ ഹൈലി കോമ്പറ്റീറ്റീവായി വരുമ്പോൾ ISL നിന്ന് പോകാന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കണമെങ്കിൽ ഇനി ഇന്ത്യ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ഈ ക്ലബിൽ നിലനിർത്താനുള്ള ഒരു ഫിനാൻഷ്യൽ അവർക്ക് സപ്പോർട്ട് നിർബന്ധമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കളിക്കാരുടെ നിലവാരം ഇനിയും ഉയരും. ഇപ്പോഴും ഉയരുന്നുണ്ട്, ഇനിയും ഉയരും. തീർച്ചയായിട്ടും. അപ്പോൾ നിലവാരം ഉയർന്നു എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന രീതിയിൽ ആരാധകർ എന്ന രീതിയിൽ നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു കാര്യം എടുത്തു ചോദിക്കേണ്ടത്, ഇപ്പോൾ ലോകകപ്പ് പോലെ ഒരു ഫുട്ബോൾ മാമാങ്കം ഇനി മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ പറയുന്ന പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്ന ഇറാൻ പോലും, എൻ്റെ ചോദ്യം തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ഇറാൻ ലോകകപ്പ് കളിക്കുന്നുണ്ടോ? അതുകൂടെ ഒന്ന് പറയാമോ? ഇറാൻ ഈ യുദ്ധം നടക്കുന്ന രാജ്യമാണ്, അവിടെ ഇറാൻ കളിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് ആ രാജ്യം ഈ കാൽപന്ത് കളിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? ഞാൻ ആകാശവാണിയിലെ കറണ്ട് ഒരു ചർച്ച, ഇതേ സെയിം ചർച്ചയിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഇറാൻ. അതായത് ഈ എന്താ പറയുക, യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ച് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഇറാൻ, ആ കളിക്കാരും ആ രാജ്യവും നമ്മുടെ രാജ്യം കളിക്കണം എന്നാവശ്യപ്പെടുന്ന, കളിക്കാർക്ക് സുരക്ഷ ഒരുക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആ ഒരു വികാരം, അതാണ് ഞാൻ പറഞ്ഞത്. ഫുട്ബോളിന് പകരം വയ്ക്കാൻ വേറെ ഒന്നും ഈ ലോകത്ത് ദൈവം ഒരു അനുഗ്രഹമായിട്ട് തന്നില്ല. കാര്യം ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ലോക യുദ്ധം വരെ നിർത്തിവെച്ചൊരു ഇതുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ലോകമായ യുദ്ധത്തിൽ പോലും ആ ഫുട്ബോളിന് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ദൈവം തരുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പം
എന്റെ ഒരു പ്രതീക്ഷ ഇറാൻ ഇറാൻ 100% കളിക്കും, ഒരു സംശയമില്ല. കളിക്കുന്നുണ്ട്. ഇറാൻ കളിക്കുന്നതിനോടൊപ്പം തന്നെ ഈ യുദ്ധം പോലും ചിലപ്പം യുദ്ധത്തിന് പോലും ഒരു പരിഹാരം ഉണ്ടാകാൻ ഈ ലോകകപ്പ് വേദി ഒരുക്കുന്ന ഒരു മറ്റൊരു ചരിത്രം കുറിക്കും എന്നതിന് ഏതൊരു സംശയമില്ല. അതാണ് ഫുട്ബോളിന്റെ മഹാത്മ്യം. ക്ലബ്ബ് ഫുട്ബോൾ, ISL ഫുട്ബോൾ വന്ന ശേഷം ഇന്ത്യൻ ടീമിന് ഒരു നല്ല മാറ്റം, അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടങ്ങി മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മുംബൈ സിറ്റി, ഇങ്ങനെ നിരവധി ക്ലബ്ബുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കളിക്കാർക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ വംശജരെ കൂടെ ടീമിൽ കൊണ്ടുവന്ന് ടീം ഇപ്പോൾ പുതുതായി വാർത്തെടുത്തു എന്ന് പറയുന്നു. ആ ഒരു ബിൽഡപ്പിനെ കുറിച്ച് ഒന്ന് പറയാമോ? ആ ഒരു ടീമിനെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ടീം വളരെ നന്നായി കളിക്കുന്നു എന്ന് കേൾക്കുന്നു, അതായത് ഇന്ത്യൻ വംശജരായ 1-2 പ്ലെയേഴ്സിനെ കൊണ്ടുവന്നെന്നും കേൾക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യണം. കാര്യം ആധുനികമായ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്കറിയാം, ബംഗ്ലാദേശ് ഹംസ ചൗധരി എന്നൊരു വിദേശ ബംഗ്ലാദേശി പൗരനെ കൊണ്ടുവന്നതിന് ശേഷം ആ ടീമിനുണ്ടായ മാറ്റം, അവര് നമ്മളെ വരെ തോൽപ്പിക്കുകയോ ഡ്രോ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ. അപ്പൊ അതുപോലെ തന്നെ ശ്രീലങ്ക, ബ്രസീലിയൻ വംശജരായ കളിക്കാരെ അവരുടെ ടീമിൽ ആഡ് ചെയ്തു. എന്തിന് ഫ്രാൻസ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നോക്കിയാൽ പോലും വിവിധ ആഫ്രിക്കൻ കൺട്രീസിൽ ജനിച്ച അവരുടെ വംശജരെ കളിപ്പിക്കുമ്പോൾ നമ്മൾ മാത്രം എന്താണ് ഇത്ര വാശി പിടിക്കുന്നത് നമുക്കറിയില്ലായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നതാണ് ആദ്യമായിട്ട് നമ്മളെ ബാംഗ്ലൂർ FC കളിക്കുന്ന കളിക്കാരെ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിച്ചത്. അപ്പൊ ഇതുപോലെ വിവിധ രാജ്യങ്ങളിൽ കളിക്കുന്ന ഇന്ത്യൻ വംശജരായ കളിക്കാരെ നമ്മൾ സ്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് മികച്ച താരങ്ങൾ വേൾഡ് കപ്പിന്റെ, നമുക്കറിയാം നമ്മുടെ ഒരു മലയാളി താരം ഖത്തറിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതും ഒരു യുവതാരമാണ്. അതുപോലുള്ള കളിക്കാരെ ഇന്ത്യൻ ടീമിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കും. ഇന്ത്യക്ക് കളിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണലിസം, അതായത് അത് കളിക്കാരെ സ്കൗട്ട് ചെയ്യുന്നിരുന്നാല് നമ്മളെ ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ഏതൊരു ഗെയിമും അതിർത്തികൾക്കപ്പുറം രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യവും അല്ലെങ്കിൽ സൗഹൃദം ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതുപോലെ ഗെയിം വയ്ക്കുന്നത്. അവിടെ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ വംശജ കളിക്കാരെ ഇന്ത്യൻ ടീമിൽ കളിപ്പിച്ചുകൂടാ? അപ്പൊ ആ കളിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം വേറെ ലെവലിലെത്തും. ഇന്ത്യക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നം, അത് ഇന്ത്യ വേൾഡ് കപ്പിന് ക്വാളിഫൈ ആണെങ്കിൽ നമ്മുടെ ഈ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. ഇവിടുത്തെ ഫുട്ബോൾ നമ്മൾ നോക്കിയാൽ അറിയാം. ഗ്രാമങ്ങളിലൊന്ന് സഞ്ചരിച്ച് നോക്കുക. ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് നോക്കും ഫുട്ബോൾ എത്രമാത്രം ഓർഗനൈസ്ഡ് ആണ്, എത്രത്തോളം മനുഷ്യർ അതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം മലപ്പുറത്ത് ഒരു സെവൻസ്, ആ സീസൺ നോക്കുക, അതിൽ എത്ര ആൾക്കാർക്ക് ജീവിതം കിട്ടുന്നു. അവർ എത്ര പേര്, അതായത് ഈ കിട്ടുന്ന ലാഭം അവരുടെ ആവശ്യത്തിന് മാത്രമല്ല എടുക്കുന്നത്. കല്യാണം, മരണം, പാവപ്പെട്ടവരെ സഹായിക്കുക, വീട് വെച്ചു കൊടുക്കുക. അപ്പൊ ഫുട്ബോൾ എന്ന് പറയുന്നത് മോർ ദാൻ എ ഗെയിമിനേക്കാൾ ഉപരി മനുഷ്യനെ സഹായിക്കുന്ന, ഒത്തൊരുമിച്ച് നിർത്തുന്ന, പരസ്പരം സഹായിക്കുന്ന, ഇത് തന്നെയാണ് ഫുട്ബോൾ ട്രെയിനിങ്ങിലായിരുന്നാലും ഫുട്ബോൾ കളിക്കളത്തിലും വിഭാവനം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഉള്ള ഇത്രയും മൂല്യമുള്ള ആ ഫുട്ബോൾ ഗെയിമിനെ വളർത്തിയെടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ സപ്പോർട്ട് കൂടി, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെന്റ് ആ ഒരു നിയമത്തിൽ ഇളവ് നൽകിയത് കൊണ്ടാണ് ഇപ്പൊ വിദേശ ഇന്ത്യൻ താരങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തി, ആദ്യഘട്ടം നിലയിൽ ഒരാളെ ഉൾപ്പെടുത്തി നമുക്ക് ഇനിയും കൂടുതൽ താരങ്ങളെ പ്രതീക്ഷിക്കാം. അതുവരെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ താരങ്ങളും കോമ്പറ്റീറ്റീവ് ആകും. കാരണം എനിക്ക് ആ സ്പോർട്ട് വേണം. അപ്പൊ ഇത് രണ്ടും കൂടെ ഒത്തുചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫുട്ബോളിന്റെ നിലവാരം വളരെ ഹൈറാവും, നമുക്ക് റിസൾട്ട് ഉണ്ടാവും. എപ്പോഴും പറയുന്നില്ല, നമ്മൾ ഭംഗിയുള്ള ഫുട്ബോൾ കളിച്ചിട്ട് കാര്യമല്ല, റിസൾട്ട് വേണം. ആ റിസൾട്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വരുന്ന കാലങ്ങളിൽ ഈ PIO പ്ലേയേഴ്സിനോടുകൂടി കൊണ്ടുവരാൻ സാധിക്കുകയും അത് ഇന്ത്യൻ ഫുട്ബോൾ ഒരു വിപ്ലവമായിട്ട് മാറി. മറുവശത്ത് ISL ഇതേ ഇപ്പൊ പറയുന്ന പോലെ എല്ലാ ക്ലബിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നടക്കാൻ സാധ്യത കുറവാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ഗവൺമെന്റിന്റെ പ്രസക്തി. നമുക്ക് ഇന്ത്യ ജനങ്ങൾക്കുള്ളില് ഗ്രാമങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലൊക്കെ ഏത് ഗ്രാമത്തിൽ പോയാലും ഫുട്ബോൾ തട്ടാത്ത ഒരു സ്ഥലം കാണില്ല. എവിടെയാലും ഈ ക്രിക്കറ്റിന് ആധിപത്യമുള്ള സ്ഥലത്തായി പോലും ബോംബെയിലെ ഗലികളിൽ പണ്ട് ക്രിക്കറ്റ് ആണ് കളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഫുട്ബോൾ ആണ് കളിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പം ഇതിനെ ഗവൺമെന്റ് മുൻകൈ എടുത്ത് മുൻകൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്ന അടുത്ത വേൾഡ് കപ്പ് കളിക്കും എന്നുള്ളതിൽ ഏതൊരു സംശയം. തീർച്ചയായിട്ടും എബിൻ, ഇത് പറയുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മണിപ്പൂര്, ഇപ്പം നമ്മളറിയുന്നത് കേരളത്തെക്കുറിച്ച് പറയുന്നു. എബിൻ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. മണിപ്പൂർ, പിന്നെ പഞ്ചാബ്, നമ്മുടെ കേരളം കഴിഞ്ഞാൽ ബംഗാൾ, ഇങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ ഈ കാൽപന്ത് കളിയോട് ഏറെ താല്പര്യമുള്ള, പ്രത്യേകിച്ച് മണിപ്പൂർ, പഞ്ചാബൊക്കെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ താങ്കൾ ഇന്ത്യ കളിച്ചിട്ടുള്ള ഒരു ഫുട്ബോളറാണ്, ഫുട്ബോളിനെ ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ താങ്കൾക്ക് കാണാനാകുന്നുണ്ടോ പുതിയതായി എത്രയെങ്കിലും പുതിയ ഒരു കൂട്ടം കുട്ടികൾ മണിപ്പൂരിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ
എന്തിന് തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ വരുന്നുണ്ട് എന്ന് താങ്കളുടെ നിരീക്ഷണത്തിൽ തോന്നുന്നുണ്ടോ? ഞാൻ ഇന്ത്യ കളിച്ചിട്ടില്ല, ഇന്ത്യൻ ക്യാമ്പ് വരെ എത്തിയിട്ടുള്ളൂ. ഇന്ത്യ കളിക്കാനുള്ള അല്ല, ഭാഗ്യം താങ്കൾ കിട്ടിയില്ല. പക്ഷെ ഞാൻ ഇന്ത്യയിൽ അന്ന് ഉടനീളം താങ്കൾ പോകുന്നതാണ്, താങ്കൾ അതെ, സഞ്ചരിക്കുന്ന ഒരാളാണ്. അതെ, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും കളിക്കാനുള്ള ഭാഗ്യവും ഇന്ത്യയിലെ എല്ലാ ഹയർ ലെവൽ ടൂർണമെന്റും ഹയർ ലെവൽ പ്ലേയേഴ്സും ഐ ലീഗ് വരെ, ഐ ലീഗിൽ വിദേശ താരങ്ങളടക്കമുള്ള നമ്മുടെ ലെജൻഡുകളായ എം വിജയൻ, സുനിൽ ഛേത്രി, ബൈച്ചിംപൂട്ടി അടക്കമുള്ള കളിക്കാർക്കൊപ്പം കളിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു കളിക്കാരനാണ് ഞാൻ. ഈ കഴിഞ്ഞ വർഷം സീസൺ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ത്രിപുരയിലെ ഫോർവേഡ് FC എന്ന് പറഞ്ഞ ടീമിന്റെ കോച്ചായിരുന്നു. നമ്മൾ അവിടെ സ്റ്റേറ്റ് ലീഗ് ചാമ്പ്യൻ വരെ. അന്ന് കളി കാണാൻ 40,000 ആൾക്കാർ ഗ്രൗണ്ടിനകത്തും അതിന് പുറത്തും. ഞാൻ ആ വീഡിയോ തന്നെ നമ്മുടെ ഒരു ഫുട്ബോൾ ഗ്രൂപ്പിൽ ഇട്ടപ്പോ എക്സൈറ്റഡ് ആണ്. കാരണം ത്രിപുര എന്ന് പറയുന്ന ഫുട്ബോളിൽ ഒരു പേരും ഇല്ലാത്ത ഒരു നാടാണ്. പക്ഷെ അവിടെ ഇത്രയും ആൾക്കാർ കളി കാണാൻ ടിക്കറ്റ് കിട്ടാതെ പുറത്ത് ഇത്രയും ആൾക്കാർ 40,000 കാണികൾ ഉൾപ്പെട്ട ഒരു ടൂർണമെന്റ് ഫൈനലിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു വികാരമായിരുന്നു. അന്ന് ഈ ടീമുകളിൽ എല്ലാ ടീമുകളും വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇന്ത്യയിലെ എല്ലാ പഞ്ചാബ്, നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചാബ്, നോർത്ത് ഈസ്റ്റ്, കേരളം, ഇവിടുന്ന് ഗോവ, ഇവിടെ എല്ലാ കളിക്കാരും ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യക്ക് പ്രതിഭകൾക്ക് ഒരു കുറവുമില്ല. നമുക്ക് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ്, മണിപ്പൂർ പറയാൻ വിട്ടുപോയി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നല്ല പ്ലേയേഴ്സ് ഉള്ള ഒരു ഞാൻ അതാ പറയാം, മണിപ്പൂർ നോർത്ത് ഈസ്റ്റ് ഇതാണ്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് എല്ലാം മണിപ്പൂരിനെക്കാളും ഇപ്പൊ പെർഫോം ചെയ്യുന്ന മേഖലയാണ് മേഘാലയ. മണിപ്പൂരിനെക്കാളും പെർഫോം മേഘാലയ, സിക്കിം, ആസാം. അപ്പൊ ഇവര് അവിടെപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ത്രിപുര എന്ന് പറയുന്നത്. ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് നോർത്ത് ഈസ്റ്റ് 7 സുന്ദരികളെന്ന് നമ്മൾ പറയുന്ന പോലെ 7 സിസ്റ്റേഴ്സ് എന്നാണ് നമ്മളെ മണിപ്പൂർ ഉൾപ്പെട്ട മേഖല പറയുന്നത്. അവരെന്തുകൊണ്ട് കൂടുതൽ പ്രൊഫഷനിലോട്ട് വരുന്നത്, അവർ കൂടുതൽ അച്ചീവ് ചെയ്യുന്നവർ അവിടെയാണ് കേരള പ്ലേയേഴ്സ് പഠിക്കേണ്ടത്. കാരണം അവർക്ക് എവിടെ പോയാലും അവർ 100% കമ്മിറ്റ്മെന്റോടുകൂടി നമ്മുടെ കുട്ടികളെ, ഞാൻ കുറ്റം പറയുന്നല്ല, നമ്മുടെ കുട്ടികളെ അവരെക്കാൾ ഏറെ ടാലന്റ് ഉള്ള കളിക്കാരാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ കല്യാണം, മരണം, അല്ലെങ്കിൽ ഫംഗ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ പോവുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ കുട്ടികൾ അവരെ വന്നു കഴിഞ്ഞാൽ കളിക്കാനായിട്ട് മാത്രമാണ് അവരെ സ്പെൻഡ് ചെയ്യുന്നത്. അവർ എത്ര കഠിനാധ്വാനം ചെയ്യാൻ തരണം. പക്ഷെ അവിടെയാണ് നമ്മുടെ ഒരു കൾച്ചറിന്റെ പ്രോബ്ലം വരുന്നത്. നമ്മുടെ കുട്ടികൾ അവരെക്കാളും ടാലന്റഡ് ആണ് 100%. നമുക്ക് ഞാൻ ഈ ഇന്ത്യ മൊത്തം താങ്കൾ പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ മേഖലയിലും സഞ്ചരിച്ച് കളിച്ച കളിക്കാരാണ്. പക്ഷെ അവിടുത്തെ ഞാൻ ഈ പല കോച്ചസുമായിട്ട് ചർച്ച ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്, എന്തുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് പ്ലേയേഴ്സ് കൂടുതലായിട്ട്, താങ്കൾ പറഞ്ഞ മണിപ്പൂർ അടക്കമുള്ള നോർത്ത് ഈസ്റ്റിൽ നിന്ന് കൂടുതലായിട്ട് കളിക്കാർ വരുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ, അവർ കളിക്കാൻ അവർ പ്രൊഫഷണൽസ് ആണ്. അവർ കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കളിക്ക് വേണ്ടി അവർ കമ്മിറ്റ്മെന്റ്, അവരെ ഫുൾ ഡെഡിക്കേഷൻ അതിലായിരിക്കും. അവർക്ക് കിട്ടുന്ന സീസണിൽ എത്ര സമയം കളിക്കാൻ പറ്റും അതിന് മാക്സിമം അവർ പരിശ്രമിക്കും. പക്ഷെ നമ്മുടെ കുട്ടികൾ അതല്ല. നമ്മുടെ കുട്ടികൾ ഒരു സ്റ്റേറ്റോ നാഷണൽ കളിച്ച് നല്ലൊരു നെയിം കിട്ടി കഴിഞ്ഞാൽ പിന്നെ കോച്ചസിന്റെ സമ്മർദ്ദത്തിലായി. കാര്യം അവൻ നല്ലൊരു കളിക്കാരനാണ്, അവന് ടീമിന് വേണം, അവൻ ചില ഡിമാൻഡുകൾ വയ്ക്കും. അവൻ ഇന്ന ദിവസം വീട്ടിൽ പോകണം, അല്ലെങ്കിൽ അച്ഛൻ സുഖമില്ല, അതില്ല, അങ്ങനെ വീട്ടിൽ പോകണം, പള്ളി പെരുന്നാളിന് പോകണം, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ നിരവധി ഔട്ട് ഓഫ് സിലബസ്, നമ്മൾ പറയുന്ന ഓൺ ഫീൽഡ് ഓഫ് ഫീൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവും. ഇത് കാരണമാണ് പലപ്പോഴും ഞാൻ പറയുന്നത് മലയാളി പ്ലേയേഴ്സ് അല്ലെങ്കിൽ കേരള പ്ലേയേഴ്സ് ആണ് കൂടുതൽ മെച്ചപ്പെട്ടത്. ഞാൻ ഇന്ത്യയിൽ മൊത്തം സഞ്ചരിച്ചാൽ കാര്യം നമുക്ക് തലച്ചോറ് കുറച്ചുകൂടെ യൂസ് ചെയ്യാനും കുറച്ചുകൂടെ സ്പീഡ്, നമ്മുടെ മസിൽസുകൾ ഫോം ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ലോങ് ഡിസ്റ്റൻസ് ആണ് ഷോട്ടിനെക്കാളും. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു പ്രകൃതമാണല്ലോ. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇപ്പൊ ഫുട്ബോൾ, നമ്മുടെ സന്തോഷ് ട്രോഫിയിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സന്തോഷ് ട്രോഫിയിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന നാട് മാത്രമല്ല, സ്റ്റേറ്റുകൾ മാത്രമല്ല ഇപ്പൊ പെർഫോമൻസ് ചെയ്യുന്ന അപ്രജീതം പല സ്റ്റേറ്റുകളും നല്ല രീതിയിൽ കളിച്ചു വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും കേൾക്കാത്ത പല നാടിന്റെയും കളി കാണുമ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അവർക്ക് കൺസിസ്റ്റൻസി ഇല്ല. ആ കൺസിസ്റ്റൻസി വരണമെങ്കിൽ നിരവധി ടൂർണമെന്റുകളാണ്. ഇപ്പം ISL താഴെ അതേപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നല്ല തീരുമാനം. സെക്കൻഡ് ഡിവിഷൻ ഐ ലീഗ്, സെക്കൻഡ് ഡിവിഷൻ ഐ ലീഗ്, തേർഡ് ഡിവിഷൻ ഐ ലീഗ്, അതൊരു 5th ഡിവിഷൻ ലീഗ് വരണം. വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആ ഒരു പ്രൊഫഷണൽ വരും. പക്ഷെ ഇതിനെല്ലാം അടിസ്ഥാനം സാമ്പത്തികമാണ്. നമ്മൾ ഈ ടോപ്പിക് ഏതാണ്? ഈ സാമ്പത്തികം ഇല്ലാത്തതാണ് ഈ ടീമുകളൊക്കെ പോകുന്നത്. അപ്പൊ അവർക്കൊരു ഗ്രാൻഡ് കൊടുത്ത് അവരെ നിലനിർത്തുന്നത് തീർച്ചയായിട്ടും. ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയാൻ ഒക്കെ പറയുന്ന പോലെ ഇന്ത്യയിൽ സ്പോൺസർഷിപ്പിന് ഒരു ഇതുമില്ല. ക്രിക്കറ്റില് വെറുതെ ഗ്രൗണ്ടില് ബോൾ ബോയ്ക്ക് വരെ നല്ല സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഫുട്ബോളില് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെ. എനിക്ക് ഫുട്ബോളിൽ മാത്രമല്ല ഈ പ്രതിസന്ധി ഉള്ളത്, ക്രിക്കറ്റ് ഉള്ള ഒഴികെ മറ്റെല്ലാ ഗെയിമിനും ഈ പ്രതിസന്ധി ഉണ്ട്. അതാണ് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും. ഏതായാലും എബിനെ, താങ്കളെപ്പോലെ ഫുട്ബോളിനെ ഏറ്റവും സ്നേഹിക്കുന്ന, നെഞ്ചോട് ചേർക്കുന്ന സാധാരണക്കാരനായ, ഇപ്പോൾ താങ്കളൊരു കളിക്കാരനാണ്, കോച്ചാണ്, അതിലുപരി സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ കായിക വിനോദം 90 മിനിറ്റ് മാത്രമേ ഉള്ളൂ. വെറും 90 മിനിറ്റുള്ള ഒരു കായിക വിനോദം. ആ കായിക വിനോദത്തിൽ അമിതമായ രാഷ്ട്രീയത്തിൻ്റെ കൈകടത്തൽ,
ഉണ്ടായിരുന്ന നാളുകൾ കുറഞ്ഞു എന്ന് നമ്മൾ ധരിക്കുമ്പോഴും എവിടെയൊക്കെയോ ചില ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട്. ഈ ISL ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത് ശരിക്കും കായിക പ്രേമികൾ, നമ്മളിപ്പോൾ കൊച്ചിയിൽ കളി കാണാൻ ഞാൻ പോയിട്ടുണ്ട്, എബിൻ വന്നിട്ടുണ്ട്. കാര്യം അത്ര കണ്ട് നമ്മൾ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഒക്കെയുള്ള കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ കളി കാണാൻ വരുന്നുണ്ട്. അപ്പോൾ കാൽപന്ത് കളി ഒരു വികാരമാണ് അല്ലേ? ഇപ്പം എബിൻ പറഞ്ഞു വന്നപ്പോൾ മലപ്പുറത്തൊക്കെ ആ ഒരു ടൂർണമെൻറ്റ് നടത്തിയിട്ട് അതിൻ്റെ എമൗണ്ട് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വികാരത്തെ നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്നത് വളരെ നല്ല ഒരു ഗവൺമെൻറ് തന്നെയാണ് നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്നത്. അതായത് സെൽഫിഷ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം അതിരാഷ്ട്രീയ പ്രസരത്തെ മനസ്സിലാക്കി ISL പോലുള്ള ടൂർണമെൻറ്റുകൾ നിർത്തില്ല എന്ന് തന്നെ താങ്കൾ പറയുന്നു എന്ന് ധരിക്കട്ടെ. തീർച്ചയായിട്ടും അത് ടൂർണമെന്റ് നിർത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത് എത്രത്തോളം ഗവൺമെന്റിനും അറിയാം ആ ഒരു റീച്ച്. പക്ഷേ ഈ പറഞ്ഞ പോലെ പുതിയ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതായി വരുമ്പോൾ ചില കാര്യങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വരും. ഇപ്പം റിലയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നും അവര് ഈ സ്പോൺസർഷിപ്പ് ചെയ്യാനും മറ്റു സംവിധാനം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു. പക്ഷെ അവര് ആ ലെവലിൽ പോയിരുന്നെങ്കിൽ, പക്ഷെ അവിടെ നമുക്ക് ഇളവ് കൊടുക്കാൻ സാധിച്ചില്ല. ചില പ്രത്യേകമായിട്ടുള്ള ചില ഇളവുകൾ നമ്മൾ കൊടുത്തേ സാധിക്കുള്ളൂ. കാരണം നമുക്ക് ഫിനാൻസ് ആകെപ്പെട്ട ഫിനാൻസ് ഇല്ല. അതിനിടയ്ക്ക് ചെയ്യുന്ന റിലയൻസ് ആയിരുന്നു. റിലയൻസ് വളരെ മനോഹരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ നീ പറഞ്ഞ പോലെ ചില സങ്കുചിത താല്പര്യങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷെ അവിടെ ഫുട്ബോളിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അത് ഫിഫയുടെ റൂളും AFCയുടെ റൂളും അനുവദിക്കുന്നില്ലായിരുന്നു. കഴിഞ്ഞ 10 വർഷം AFC ഇന്ത്യയിലെ ഫുട്ബോൾ വളരാൻ സാധ്യത ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഉറങ്ങിക്കിടക്കുന്ന സിംഹമായിരുന്നു, ഉണർത്തുന്ന സിംഹമാകാൻ റിലയൻസിന് സാധിച്ചു. റിലയൻസിന്റെ പൈസയ്ക്ക് സാധിച്ചെങ്കിലും പക്ഷെ അത് നിലനിർത്താനുള്ള ഒരു നീക്കുപോക്ക് അവിടെ ഉണ്ടാകാത്തത് കൊണ്ടാണ് സമീപകാലത്ത് നമ്മൾ ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. അവരിപ്പോഴും തുടർന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്ത വേൾഡ് കപ്പിലേക്ക് ഇന്ത്യ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു ഈ പറഞ്ഞ പോലെ സ്പോർട്സ് ബില്ല് ചില കാര്യങ്ങൾ നല്ലതിന് വേണ്ടിയായിരിക്കാം. സ്പോർട്സ് ബില്ല് തീർച്ചയായിട്ടും നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ആ ഒരു മാറ്റം, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ആൾക്കാരെ പല കാലഹരണപ്പെട്ട നിയമങ്ങളും പൊളിച്ചെഴുതേണ്ട സമയങ്ങൾ കഴിഞ്ഞു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ കൊണ്ടുവരുന്ന നിയമമൊക്കെ നല്ലതാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർക്ക് ചില ഇത് കൊടുത്ത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരില്ലായിരുന്നു. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഇപ്പൊ ഗവൺമെന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം സ്പോർട്സിന് വേണ്ടി കുറച്ചധികം പ്രാധാന്യം ഇപ്പോഴത്തെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ സ്പോർട്സിന്റെ പ്രാധാന്യം എന്തെന്ന് തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കോർട്ടിലാണ് ഇനി ബോളുള്ളത്. അവരാണ് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ ഫുട്ബോളിനെ ഏത് ലെവലിൽ കൊണ്ടുപോകും. നന്ദി, താങ്ക് യു.